ഈ വീഡിയോ എടുക്കുന്ന ദിവസം ആറ്റുകാൽ പൊങ്കാല ഉള്ള ദിവസമാണ് കേട്ടോ. സോ ഞാൻ കരുതി രാവിലെ നേരത്തെ എണീറ്റിട്ട് വീട്ടിനടുത്ത് തന്നെയുള്ള 10 അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതായത് പാലക്കാട് വടക്കന്തറ ഭാഗത്തുള്ള 10 അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ പുലർച്ചെ എണീറ്റിട്ട് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പോയ സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് വെൽക്കം. രാവിലെ 5:30 കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഭയങ്കര ഇരുട്ടായിരുന്നു, റോഡിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പോകാൻ വിചാരിച്ചത് വടക്കന്തറ അമ്പലത്തിലോട്ടാണ്. അപ്പോൾ ഞാൻ മെല്ലെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ പട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് പേടിയായി, പക്ഷെ എന്നാലും ഞാൻ കുറച്ച് ധൈര്യം സംഭരിച്ച് നടന്നു. അങ്ങനെ വടക്കന്തറ അമ്പലത്തിലെത്തി. അപ്പോൾ വടക്കന്തറ അമ്പലത്തിൽ ഇപ്പോൾ വേല നടക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 10-15 പേരുണ്ടാവും അമ്പലത്തിൽ, അത്ര പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്പലത്തിനകത്ത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ, കാരണം അമ്പലത്തിനകത്ത് അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം വീഡിയോ എടുത്തില്ല. ഇത് പുറത്തുള്ള വ്യൂ ആട്ടോ. ഇപ്പം നമുക്ക് അമ്പലത്തിൽ സൗണ്ട് കേൾക്കാൻ പറ്റും കേട്ടോ, നല്ല രസമാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ അടുത്ത് തന്നെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലായിട്ട് ഒരു ചെറിയൊരു അമ്പലമുണ്ട് കേട്ടോ. ആ അമ്പലമാണ് ശ്രീ രാജഗണപതി ക്ഷേത്രം. അപ്പോൾ നമ്മൾ ഈ റോഡ് സൈഡ് തന്നെയാണ്. അപ്പോൾ ഈ പോകുന്നവരൊക്കെ അവിടെ വണ്ടി നിർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും ഇവിടെ പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കും കാറിൽ പോകുമ്പോൾ, പക്ഷേ ഇന്നാണ് എനിക്ക് പറ്റിയത്. അപ്പോൾ ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു. നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ആരാണ് ഈ വിളക്ക് വെച്ചതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ബിക്കോസ് അവിടെ ആരും തന്നെ ഇല്ല, വിളക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി പിന്നെയും നടന്നു. ഇരുട്ടായിരുന്നു കേട്ടോ. അപ്പം മെല്ലെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു സൈഡിൽ. എന്നിട്ട് ഞാനിങ്ങനെ നടന്നു കേട്ടോ. അവിടെ നിന്ന് കുറച്ചുകൂടെ പോകുമ്പോഴാണ് ഈ ശ്രീ ഭദ്രകാളി ഭഗവതി ക്ഷേത്രം ഉള്ളത്. അപ്പോൾ അതൊരു കുഞ്ഞമ്പലമാണ്. അപ്പോൾ അവിടെ ഒരു പൂജാരി ഉണ്ടായിരുന്നു. അവിടെ ഗണപതി ഹോമം കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. സോ അവിടെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോഴാണ് ഞാനവിടെ ഒരു കുഞ്ഞി അമ്പലം കണ്ടത്. അതായത് വെളുത്തങ്കാവാണ് തോന്നുന്നു, അങ്ങനെ ഒരു അമ്പലം. ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ അമ്പലത്തിന്. എനിക്കൊരു കുറച്ച് പേടിയായി. അപ്പം അങ്ങനെ അവിടെയും പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇറങ്ങി നേരെ മൂത്താന്തറ അമ്പലത്തിൽ പോയി. മൂത്താന്തറ കണ്ണകി അമ്മൻ ക്ഷേത്രത്തിലേക്ക് പോയി. അപ്പോൾ അവിടെ ഫ്രണ്ടിലായിട്ട് തന്നെയുള്ള മഹാഗണപതി ക്ഷേത്രമാണിത് കേട്ടോ. പിന്നെ അങ്ങനെ കണ്ണകിയമ്മൻ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് വീഡിയോ എടുത്തില്ല കേട്ടോ, കാരണം അവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല. പിന്നെ അവിടെ കുറേ പേരും ഉണ്ടായിരുന്നു. ഇനി പിന്നെ ചീത്ത ആക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ വീഡിയോ എടുത്തില്ല. സോ അവിടെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. പിന്നെയുള്ള അമ്പലങ്ങളുടെ പേരൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വഴിയിൽ കാണുന്ന അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ദൂരെ ഒരു നീല കളർ ഇങ്ങനെ ഒരു ഗോപുരം പോലെ കാണുന്നുണ്ടായിരുന്നു. അത് ഈ അമ്പലത്തിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ അമ്പലത്തിൻ്റെ അടുത്ത് പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊരു മാരിയമ്മൻ ക്ഷേത്രമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഫ്രണ്ടിൽ കാണാനായിട്ട്. അവിടെ എന്താ പറയുക, ഒരു തമിഴ്നാട്ടിൽ പോയ അതേ ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ പോയി പ്രാർത്ഥിച്ചു. ഇതാണ് ശ്രീ പെരിയ മാരിയമ്മൻ ക്ഷേത്രം. വലിയൊരു ആൽമരമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഫ്രണ്ടിലായിട്ട് ഒരു ഗണപതിയുടെ അമ്പലം കൂടെ ഉണ്ടായിരുന്നു. സോ അവിടെയും കൂടെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ഇങ്ങനെ നടന്ന് ഞാൻ പാലക്കാട് വല്യങ്ങാടിയുടെ ഉള്ളിലെത്തി കേട്ടോ. എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കിയിരുന്നു, ഈ കുട്ടി പുലർച്ചെ എണീറ്റിട്ട് എന്താണ് ഈ അങ്ങാടിയുടെ ഉള്ളിലൂടെ നടക്കണം എന്നുള്ളത്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ പോയിട്ട് ഒരു പൂ വാങ്ങിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു ഗൂഗിൾ പേ ഉണ്ടോ എന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഗൂഗിൾ പേ ഇല്ല, പക്ഷേ കുട്ടി പൂ എടുത്തോളൂ, പൈസ ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഫ്രീ ആയിട്ട് പൂ തന്നു കേട്ടോ. പിന്നെ ഞാൻ അങ്ങാടിയുടെ ഉള്ളിൽ ഒരു രാമൻ്റെ ക്ഷേത്രത്തിൽ പോയി കേട്ടോ. അപ്പോൾ രാമനും ഹനുമാനും കൂടെയുള്ള ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ പോയിട്ട് എനിക്ക് ചന്ദനമൊക്കെ തന്നു ഒരു ഇലയിൽ. അതും ഒരു ചെറിയ അമ്പലമാണ്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ദൈവങ്ങളെയൊക്കെ അണിയാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് ഈ ദൈവങ്ങളെയൊക്കെ അണിയാതെ ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പൂജിക്കാൻ തുടങ്ങുന്നൊരു ടൈമായിരുന്നു.
എന്നിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെയും മെഗേൻ വല്യങ്ങാടിയുടെ ഉള്ളിലൂടെ കുറേ ദൂരം നടന്നപ്പോഴാണ് അവിടെ ശ്രീ കാളിയമ്മൻ മാരിയമ്മൻ ക്ഷേത്രമാണെന്ന് തോന്നുന്നു. രണ്ട് ദേവി ഉള്ള ക്ഷേത്രമാണിത്. അതും ഒരു പ്രത്യേക ഫീലിംഗ് ഉള്ളൊരു അമ്പലമായിരുന്നു കേട്ടോ. കറക്റ്റ് നമ്മൾ ഈ മധുരൈ ആ ഭാഗത്ത് പോയില്ലേ, അതുപോലെ ഒരു അമ്പലമായിരുന്നു ഇത്. ഈ അങ്ങാടിയുടെ ഉള്ളിൽ ഒരുപാട് മാരിയമ്മൻ ക്ഷേത്രം ഉണ്ട് കേട്ടോ. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പോയപ്പം. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നിട്ട് ഒരു ഗണപതിയുടെ അമ്പലമുണ്ട്. തിരിച്ച് ഞാൻ വടക്കന്തറ അമ്പലത്തിനടുത്ത് തന്നെ എത്തി. അപ്പോൾ അവിടെ ഒരു ഗണപതിയുടെ ക്ഷേത്രമുണ്ട്. സോ അതിനകത്ത് കയറിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഈ മഹാഗണപതിയുടെ ടെമ്പിളിൽ എത്തുമ്പോഴേക്കും തന്നെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. കാല് നല്ല വേദനയായിരുന്നു. കാരണം ഒരു 4 കിലോമീറ്ററൊക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നു. 4-5 കിലോമീറ്ററൊക്കെ ആയിട്ടുണ്ടാവും. 5:30 പോയിട്ട് ഇപ്പോൾ സമയം 8:30 ആയിട്ടോ. 3 മണിക്കൂർ ഞാൻ നടക്കിയിരുന്നു. സോ ഞാൻ ക്ഷീണിച്ചപ്പോൾ അടുത്തന്നെയുള്ള കടയിൽ കയറി, അതായത് ദോശ കോർണറിൽ കയറി. എന്നിട്ട് നല്ല അടിപൊളി മസാല റോസ്റ്റും ഉഴുന്നുവടയും ചായയും കഴിച്ചു കേട്ടോ. ഭക്ഷണത്തിന് ഇത്രയും ടേസ്റ്റ് തോന്നിയത് എനിക്ക് ഈ അടുത്തൊന്നും ഇത്രയും ടേസ്റ്റ് തോന്നിയിട്ടില്ല. കാരണം അത്ര വിശപ്പുണ്ടായിരുന്നു. 5:30 എണീറ്റിട്ട് ഒരു പച്ചവെള്ളം പോലും കുടിക്കാതെയാണ് ഞാൻ നടക്കാൻ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്വസ്ഥമായി സുഖമായി പീസ്ഫുള്ളായിട്ടിരുന്ന് ഭക്ഷണം മെല്ലെ കഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്കും ഉഴുന്നുവട വാങ്ങിച്ചു എല്ലാവർക്കും. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നപ്പോൾ അമ്മ പൊങ്കാല ഉണ്ടാക്കുന്നില്ലായിരുന്നു, പായസം. അപ്പോൾ ആ പായസമൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു. പിന്നെ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ആറ്റുകാൽ പൊങ്കാല ഡേ സെലിബ്രേഷൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, ലവ് യു ഓൾ.